അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ഡൈകാസ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റലിൻ്റെ കാരവാൻ മെറ്റൽ ഡൈകാസ്റ്റ് മോഡലായിട്ടുള്ള ഇത്. ജപ്പാനീസ് എനിക്ക് കഴിക്കാറില്ല. ഇതാണ് നമ്മുടെ ട്രക്ക് എന്ന് പറയുന്നത്. അതിന് നല്ല കോട്ടിംഗ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ കളറെല്ലാം കിട്ടി. ഈ കളർ കിട്ടിയില്ല, പക്ഷേ പച്ചയാണ് കിട്ടിയത്. ഇത് ഓപ്പൺ ആവും, കണ്ട റൂഫൊക്കെ ഓപ്പൺ ആവും, ഇതൊക്കെ ഓപ്പൺ ആവും. നല്ല വണ്ടിയാണ്. എനിക്ക് കളർ കിട്ടിയില്ല എന്നുള്ളൂ, പക്ഷേ നമുക്ക് ഗ്രീൻ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതൊക്കെ തുറക്കാൻ പറ്റും. നമുക്ക് തുറക്കാം. ഇത് തുറക്കാം, ഡോർസ് തുറക്കാൻ പറ്റും, പിന്നെ ബൈക്ക് വയ്ക്കാൻ പറ്റും, അമർത്തിയ ലൈറ്റ് ആവും, അങ്ങനത്തെ ഒക്കെയാണ് ഇതിലുള്ള ഒക്കെ പിടിക്കാം. പുള്ളബിളാണ്. അപ്പം ഇതാണ് നമ്മുടെ ട്രക്ക് എന്ന് പറയുന്നത്. ഈ സൈഡ് നോക്കിയാൽ ഇവിടെ ഈ ബട്ടൺ കണ്ട, ഇത് അമർത്തിയ ഈ സ്റ്റെപ്സും ഈ റൂഫ് പറയും. ഈ സംഭവം എന്താ പറയുക, ഈ വാനിൽ ഫുഡ് കഴിക്കേണ്ട ഏരിയ എന്ന് തോന്നുന്നു. കാരണം ഹാൻഡ് വാഷിങ് ഏരിയ ഉണ്ട്, 2 ടേബിളുണ്ട്. നല്ലതാണ്. നല്ല സ്പ്രിങ് ഉണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി കവറാണെന്ന് തോന്നുന്നു. കണ്ട അതല്ലേ, കണ്ട ഇതിങ്ങനെ അമർത്തുമ്പോൾ ലൈറ്റ്സും വരും, സൗണ്ട് എഫക്ട്സ് വരും. സൗണ്ട് എഫക്ട്സ് പക്ഷെ അത്ര ലൗഡൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ സാധ്യത കുറവാണ്. ഈ ഹുഡ് തുറക്കാൻ പറ്റും. വലിച്ചാൽ ആണ്ടാ തുറക്കും. ഇത് അമർത്തുമ്പോൾ നല്ല ഫോഴ്സ് കൊടുക്കണം ടയർക്ക്. അതുകൊണ്ട് ഈ ലൈറ്റൊക്കെ വീണ്ടും വരും. അമർത്തുമ്പോൾ മാത്രമേ ഈ ലൈറ്റ് വരുള്ളൂ. ഇനി 2 സെറ്റ് ഡോറിന് തുറക്കാം. നല്ലതാണ്. ഇവിടെ ഇന്റീരിയറിലുണ്ട്, സീറ്റ്സ് ഉണ്ട്, ഇതുണ്ട്. ഇവിടെയാണ് ബൈക്ക് വയ്ക്കുന്ന സ്ഥലം. നമുക്ക് ബൈക്ക് എടുക്കാം. ഇതാണ് ബൈക്ക്. യമഹൻ്റെ ബൈക്കാണ്. യമഹ ടയർ നല്ലോണം പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. യമഹേൻ്റെ വണ്ടിയാണ്, പക്ഷെ ഓടിക്കാൻ സുഖമുണ്ട്. സ്റ്റാൻഡ് ഉണ്ടോ, വെക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ വെക്കാൻ പറ്റണം. സോറി ഗൈസ്, കുറച്ച് മിനിറ്റൊക്കെ വെക്കാൻ പറ്റണില്ലല്ലോ. മഴയ്ക്ക് വെക്കാൻ അങ്ങനെ പറ്റണല്ലോ. പക്ഷെ ഇടയ്ക്ക് ഒഴിഞ്ഞു പോകുന്നുണ്ട്, എന്താ പറയുക. അതുകൊണ്ട് പിന്നെ ഉണ്ട് ആ പെഡലുകൾ നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കൂടെ ഇത് മെറ്റലുമാണ്. മൈക്ക് വയ്ക്കാനും പറ്റണല്ലോ. ഇവിടെയാണ് വെക്കണത്, കണ്ടോ ആ ക്ലിപ്പുകളും ഉണ്ടാവും. ഇത് എന്താ പറയുക, കൂടുതൽ എന്താ പറയുക, നല്ല ഇതുണ്ട്. കൂടാതെ ഈ വണ്ടിക്ക് എന്താ പറയുക, ഇതന്നെ ടയേഴ്സിന് അത്ര സസ്പെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഇവർ, പക്ഷെ നല്ല ഡീറ്റെയിൽസൊക്കെ ഇട്ടാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ ബൈക്കിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ബൈക്ക് നിൽക്കണമെന്നുള്ള. ഇതേ ഈ ട്രക്ക് ഞാൻ എന്താ പറയുക, എനിക്കിഷ്ടമായി, സത്യം പറയാമല്ലോ. ഇന്റീരിയർ പക്ഷെ എനിക്ക് മുകളിൽ കണ്ട ഈ സംഭവം ഒക്കെ ലോ ക്വാളിറ്റി ആയി തോന്നി, മുകളിലത്തെ ഈ സംഭവം. ഇനി ഇത് നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്, നല്ല സ്റ്റീലാണ്. ഇതാണ്ട ഈ ഡീറ്റെയിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേരും പിന്നെ ടയറും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ബാക്കത്തെ ഈ ഭാഗം ഉണ്ടാവും, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പെട്ടെന്ന് കാണില്ല എന്നുള്ളത്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹിഡനാണ്, കാരണം ഈ ബൈക്ക് വയ്ക്കുന്ന സാധനം. ഇത് റിമൂവറാണോ അറിയില്ല, പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ വല്ലതും പോയപ്പോൾ ഞാൻ കാശ് പോയി. ഇത് റിമൂവറാണോ? വേണ്ട, ടെസ്റ്റ് ചെയ്യണ്ട.
അപ്പോൾ നല്ല ഫൈബർ പ്ലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ട ഇങ്ങനെ കണ്ട ബൈക്ക് ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാന്നുള്ളൂ. ഇത്രയുള്ളൂ. നല്ല വണ്ടിയാണ്. ഫുൾ ബാക്ക് ആയിക്കൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, നെക്സ്റ്റ് സൈഡ് വ്യൂ, above വ്യൂ. ഓർ സ്കൈ വ്യൂ എന്ന് പറയാം. നല്ലതാണ്. ഈ ഇവിടെ കണ്ട ഇവിടെ നമുക്ക് ലഗേജസ് വയ്ക്കാം. ഇവിടെ നല്ല ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്രോപ്പർ റേറ്റിംഗ് കൊടുക്കാം. റേറ്റിംഗ് ആയി വരികയാണെങ്കിൽ 10/9.5 കൊടുക്കും. പക്ഷേ ഇവിടെ മറ്റേ ഈ ഗ്ലാസ്സുകൾ എന്താ പറയുക, സൈഡ് മിറേഴ്സ് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 9 കൊടുത്തു. കൂടാതെ ഈ മുകൾ ഭാഗം കണ്ടോ, ഈ മുകൾ ഭാഗം കുറച്ച് ലോ ക്വാളിറ്റി, പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് 9 ബാക്കി ഒക്കെ നല്ലതാണ്. പക്ഷേ ആ മുകൾ ഭാഗവും പിന്നെ സൈഡിൻ്റെ കാരണം മാത്രമാണ് ഞാൻ ഒരു 9 കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 10 കിട്ടുന്ന സംഭവമാണ്. ഈ സംഭവം മാത്രം കണ്ടു. അപ്പോൾ നല്ലതാണ്, നല്ല ഇതുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്ത് ഇതായി കളിച്ചാൽ കേടാൻ സാധ്യതയുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ഓവർ ഞാനൊക്കെ റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ് ചെയ്യണം.